ഗാസയിൽ ഹമാസിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള അവസാനവട്ട പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ മാർച്ച് മുതലാണ് ഇടക്കാല വെടിനിർത്തലിന് ശേഷം വീണ്ടും ഇവിടെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുനരാരംഭിച്ചത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഈ കാലയളവിനുള്ളിൽ, അതായത് കഴിഞ്ഞ മാർച്ച് മുതൽ ഈ ഓഗസ്റ്റ് മാസം വരെ 2100 ഹമാസിന്റെ പ്രവർത്തകരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഇതിൽ നേതാക്കൾ ഉൾപ്പെടുന്നു, അതുപോലെ ധാരാളം അണികളുമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വധം എന്ന് പറയുന്നത് യാഹ്യ സിൻവറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവറിന്റേതായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇയാളെ ഖാൻ യൂനീസിലെ കശാപ്പുകാരൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. തന്റെ സഹോദരനായ യാഹ്യ സിൻവറിനെ പോലെ തന്നെ അയാളെ അറിയപ്പെട്ടിരുന്നത് ഗാസയിലെ കശാപ്പുകാരൻ എന്നായിരുന്നു എങ്കിൽ അനിയൻ അറിയപ്പെട്ടിരുന്നത് ഖാൻ യൂനീസിലെ കശാപ്പുകാരൻ എന്നായിരുന്നു. ജ്യേഷ്ഠനായ യാഹ്യ സിൻവറിനെ പോലെ തന്നെ യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വം തൊട്ടുതീണ്ടിയില്ലാത്ത ഒരു ഹമാസ് നേതാവായിരുന്നു മുഹമ്മദ് സിൻവർ. യാഹ്യ സിൻവറിനെ അപേക്ഷിച്ച് ഇയാൾക്ക് മറ്റു ചില കൂടി ഉണ്ടായിരുന്നു. ഇയാൾ ഒരു ലൈംഗിക വൈകൃതക്കാരൻ കൂടിയായിരുന്നു. തന്റെ കയ്യിൽ കിട്ടുന്ന തടവുകാരെയും ബന്ദികളെയും എല്ലാവരെയും തന്നെ അതിക്രൂരമായ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് അവരെ കൊല്ലുകയും ചെയ്യുന്നതൊക്കെ ഇയാളുടെ ഇഷ്ട വിനോദങ്ങളായിരുന്നു. അങ്ങനെയുള്ള മുഹമ്മദ് സിൻവറിനെ വധിക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറിയിരുന്നു. ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരുവിധമുള്ള എല്ലാ നേതാക്കളെയും ഇതിനോടകം തന്നെ അവർ വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ഈ ഒരു 6 മാസത്തിനുള്ളിൽ 10,000 തവണയാണ് ഇസ്രായേൽ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ്. സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുന്ന സമയത്ത് പോലും ഇത്രയധികം വ്യോമാക്രമണങ്ങൾ നടന്നതായി നമുക്ക് കൃത്യമായി വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കൃത്യമായി പറയുന്നു 10,000-ലധികം തവണയാണ് ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് അവർ ആക്രമണം നടത്തിയത് എന്നാണ്. ഹമാസ് എന്ന തീവ്രവാദ പ്രസ്ഥാനം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. അങ്ങിങ്ങായി ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ചിലർ മാത്രമാണ് ഹമാസിന്റെ പേര് പറഞ്ഞ് വീണ്ടും ആക്രമിക്കാനും മറ്റും ഒരുങ്ങുന്നത്. ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ കഴിയാതെ ഇപ്പോൾ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതാണ് ഹമാസ് നേതാക്കൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ പല നേതാക്കൾ ഇതിനോടകം തന്നെ ഗാസ വിട്ടുപോയി എന്നും പറയുന്നുണ്ട്. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ശക്തമായ എതിർപ്പും ഇപ്പോൾ ഹമാസ് നേരിടുകയാണ്. ഇസ്രായേലിന്റെ ഏതാണ്ട് 1,00,000-ഓളം വരുന്ന സൈനികരാണ് ഗാസ വളയാനായി എത്തുന്നത്. ഇതിൽ 60,000-ഓളം പേർ ഉടൻ തന്നെ എത്തും. നിരവധി യുദ്ധവിമാനങ്ങളും ഇവർക്ക് അകമ്പടിയായി ഉണ്ടാകും. ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഇല്ലാതാക്കാനും ഗാസയുടെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കാനുമാണ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്നത്.